ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അതായത് മോണിറ്റൈസേഷൻ ആവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും ഫസ്റ്റിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലമാണ് നമുക്ക് ചാനലിൽ സബ്സ്ക്രിപ്ഷൻ കുറവും അതേപോലെ വാച്ച് ടൈം കുറവായിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ എത്ര നല്ലോണം വീഡിയോ ഇട്ടാലും ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ വാച്ച് അവർ നല്ല വ്യൂസൊക്കെ കിട്ടണമെന്നില്ല. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അതായത് ഫസ്റ്റിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഇടുക, അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ഇടുക. അതൊക്കെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമതായിട്ട് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ വലിയ വലിയ ചാനലുകളുണ്ടല്ലോ, നല്ല വ്യൂസുള്ള ചാനലുകളുടെ ഷോർട്ട് വീഡിയോസ്, ഷോർട്സ് വെച്ച് നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പോൾ ഈ കൊളാബ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വ്യൂസ് കയറാനും അതേപോലെ സബ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ചെറിയ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മോണിറ്റൈസേഷൻ എന്നൊരു കടമ്പ എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഫസ്റ്റിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് കൊളാബ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ കൊളാബ് അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ചെയ്യുക, ഈ ടെക്നിക്കൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ചെറിയ ചാനലുകളും ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു മാർഗം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചിലപ്പോൾ എല്ലാ വീഡിയോസിനും ചാൻസ് കുറവാണ്, ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും പ്രയോജനപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.